ഹായ് എവരിവൺ. ബിസിനസ് റെഗുലേഷൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ കോൺട്രാക്റ്റ് എന്താണ്, അഗ്രിമെൻ്റ് എന്താണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കോൺട്രാക്റ്റിൻ്റെ അത് വാലിഡ് ആവണമെങ്കിൽ, ആവണമെങ്കിൽ ചില എലമെൻസുകളെല്ലാം ഉണ്ടായിരിക്കണം. അതിൽ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ദ ഫോളോയിങ് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് അറൈവ്ഡ് അറ്റ് ഓൺ ദ basis of a combined reading of section 2 subsection H and section 10 of the Indian Contract Act. ഫസ്റ്റ് പറയുന്നത് offer and acceptance. There must be a lawful offer and a lawful acceptance of the offer, thus resulting in an agreement. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ ഒരു ഓഫർ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അഥവാ ഒരാൾ ഓഫർ ചെയ്യാനായിട്ട്, ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ ഒരാൾ ഓഫർ ചെയ്യാനായിട്ടുള്ള ആളുമായിരിക്കണം, ഒരാൾ എന്താണ് ഓഫർ ചെയ്യുന്നത് അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുമായിരിക്കണം ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലോഫുൾ. ആ ഒരു ഓഫർ ചെയ്യുന്ന ഒബ്ജക്റ്റ് ലോഫുൾ ആയിരിക്കണം, നിയമപരമായിട്ട് സാധ്യതയുള്ള ഒന്നായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എക്സ് ഓഫേഴ്സ് ടു സെൽ ഹിസ് മാരുതി കാർ ടു വൈ ഓഫ് 2,25,000. എക്സ് എന്ന് പറയുന്ന ആൾ വൈ എന്ന് പറയുന്ന ആൾക്ക് എക്സിൻ്റെ മാരുതി കാറ് 2,25,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. വൈ അഗ്രീസ് ടു പേ. വൈ എന്ത് ചെയ്യുന്നു, എക്സിന് 2,25,000 രൂപ കൊടുക്കാൻ തയ്യാറാവുകയും മാരുതി കാറിന് വേണ്ടിയിട്ട്. ഇതാണ്. അപ്പോൾ അവിടെ ഒരു ഓഫറും ഉണ്ട്, ആക്സെപ്റ്റൻസും ഉണ്ട്. ഹിയർ എക്സ് ഈസ് കോൾഡ് ദ ഓഫറർ ഓർ പ്രോമിസർ. എക്സിനെ ഇവിടെ നമ്മൾ വിളിക്കുന്ന ആണ് ഓഫറർ. ആരാണോ ഓഫർ കൊടുക്കുന്ന ആളത്, അല്ലെങ്കിൽ പ്രോമിസർ. വൈ എന്ന് പറയുന്നത് ഓഫറി ഓർ പ്രോമിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓഫർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ് ലോഫുൾ ആയിരിക്കണം എന്നുള്ളതും. രണ്ടാമതായിട്ട് പറയുന്നത് കൺസെൻസസ് ആറ്റ് ഇടം. For a valid agreement, there must be a complete identity of minds between the contracting parties. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ രണ്ട് പാർട്ടീസും കൃത്യമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അഥവാ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഏത് സബ്ജക്റ്റിൻ്റെ ബേസിലാണോ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സംശയത്തിനും ഇടവരുത്താനുള്ള കാരണങ്ങൾ ഉണ്ടാകരുത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഹാസ് 2 buffaloes but ബി ഈസ് അവെയർ ഓൺലി വൺ ഓഫ് ദിസ്. ബി പ്രപ്പോസസ് ടു ബൈ ദ ബഫലോ ഓഫ് വിച്ച് ഹി ഈസ് അവെയർ. എ consents to sell the other buffalo since there is a confusion in the minds of the parties. There is no consensus, hence no agreement follows. അഥവാ എ എന്ന് പറഞ്ഞ ആൾക്ക് 2 ബഫലോസ് ഉണ്ട്, പക്ഷേ ബി ആണ് അദ്ദേഹത്തിൽ നിന്ന് ബഫലോയെ മേടിക്കുന്നത്. ബി അവെയർ ആയിരിക്കുന്നത് എയുടെ കയ്യിൽ ഒരു ബഫലോ ഉള്ളൂ എന്നുള്ള രൂപത്തിലാണ്. ബി പ്രപ്പോസ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്, ബഫലോയെ ബൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ എ കൺസെൻറ്റ് ചെയ്യുന്നത് വേറൊരു ബഫലോയാണ്. അപ്പോൾ 2 ബഫലോയുണ്ട്, അതിൽ നിന്ന് ബി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ബഫലോയല്ല എ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കൺഫ്യൂഷനുണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വാലിഡ് അല്ലാതായി പോകും.
ഓക്കെ, ദർ ഇസ് നോ കൺസെൻസ്, പൊതുസമ്മതം അല്ലെങ്കിൽ സർവ്വസമ്മതം ഇല്ല. ഹെൻസ് നോ അഗ്രിമെൻറ്റ് ഫോളോസ്, എഗ്രിമെൻറ്റിൻ്റെ വാലിഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായിട്ട് സാധുതയില്ലാതായി പോവും. നെക്സ്റ്റ് ഈസ് ഫ്രീ കൺസെൻറ്റ്. ദ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് മസ്റ്റ് ഗിവ് ദെയർ കൺസെൻറ്റ് ഫ്രീലി. It must not be given due to coercion, undue influence, fraud, misrepresentation, or mistake. The absence of free consent would affect the legal enforceability of a contract. കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ ഏർപ്പെടുന്നത് രണ്ട് പാർട്ടീസിൻ്റെയും സമ്മതപ്രകാരമായിരിക്കണം, അഥവാ ഫ്രീ ആയിട്ടായിരിക്കണം. നമ്മൾക്ക് ആവശ്യമുള്ള വസ്തുവിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഒരാളടുത്തു നിന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിയെ നിർബന്ധ ബുദ്ധിയോടുകൂടി അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള രൂപത്തിലായിരിക്കരുത് കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ചെയ്തുകൊണ്ട്, ഇങ്ങനെയുള്ള കാര്യത്തിലായി ലോഫുള്ളായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യരുത്, കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് അൺലോഫുള്ളായി പോവും. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, an illiterate woman execute a deed of gift under the impression that she is executing deed authorizing her nephew to manage her agricultural land. ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വുമണ് അവരുടെ നെഫ്യൂന് എന്ത് കൊടുക്കുകയാണ്, ഒരു ഡീഡിന് അഗ്രികൾച്ചർ ലാൻഡ് കൊടുക്കുന്നു. പക്ഷേ ആ ഡീഡ് മനസ്സിലാക്കാനായിട്ട്, ദ ഡീഡ് ഈസ് നോട്ട് റീഡ് ഓർ എക്സ്പ്ലെയിൻ ടു ഹെർ. ഹിയർ ദർ ഇസ് നോ കൺസെൻറ്റ്, therefore no contract. Next is capacity of the parties. The parties making the contract must be legal competent in the sense that each must be the age of majority, a sound mind, not expressly disqualified from contracting section 11. An agreement by incompetent party shall be a legal nullity. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ നിയമപ്രകാരം അവർ പ്രായപൂർത്തിയായിരിക്കണം, അഥവാ മേജർ ആയിരിക്കണം, 18 years എബവ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. സെക്ഷൻ 11 പ്രകാരം ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള, മാനസിക അസ്വസ്ഥതകൾ കാണിക്കുന്ന, ലഹരിക്കടിമപ്പെട്ട അല്ലെങ്കിൽ മൈനറായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പാടില്ല. ഇങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അഗ്രിമെൻ്റ് ലോഫുൾ അല്ലാതായിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, മൈനറായിട്ടുള്ള ഒരാളുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് ഇത് തന്നെയാണ്, മൈനറായിട്ടുള്ള ഒരാളിൽ നിന്ന് നമ്മൾ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ എന്തായിരിക്കും, അത് അൺലോഫുള്ളായിരിക്കും എന്നുള്ളതാണ്, വോയിഡായി പോവും. എ മൈനർ ബോറോസ് 5,000 ഫ്രം ബി ആൻഡ് എക്സിക്യൂട്ട് എ പ്രോമിസറി നോട്ട് ഇൻ ബീസ് ഫേവർ. എ മൈനർ ബോറോസ് 5,000 ഫ്രം ബി. എന്ന് പറയുന്ന ആൾ മൈനറാണ്, അവർ ബിയിൽ നിന്ന് ബോറോസ് 5,000 ഫ്രം ബി ആൻഡ് എക്സിക്യൂട്ട് എ പ്രോമിസറി നോട്ട് ഇൻ ഫേവർ ബീസ് ഫേവർ. നമ്മളൊരു പ്രോമിസറി നോട്ട് ബിക്ക് ഫേവറായിട്ട് എഴുതി കൊടുക്കുന്നു. ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി എ executes a fresh promissory note favor of B for this amount. B cannot issue on this promissory note as the agreement is void for lack of consideration. Next is lawful consideration.
an agreement to be enforceable by law must be supported by consideration. Without consideration, a contract regarded as pactum. Each of the contracting parties must give as well as get something. Moreover, the consideration must be lawful. ഒരു കോൺട്രാക്റ്റിൽ ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അഥവാ രണ്ട് പേര് തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾ കൃത്യമായിട്ട് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു തിങ്സ് ബി എന്ന് പറയുന്ന മറ്റേ പാർട്ടിക്ക്, എതിർ പാർട്ടിക്ക് കൈമാറുകയും അത് ആ കൈമാറുന്നതോടൊപ്പം ബിയിൽ നിന്ന് തിരിച്ചാഗ്രഹിക്കുന്നത് ഇങ്ങോട്ട് ലഭിക്കുകയും ചെയ്യും. അഥവാ ഒരു ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എക്സ് ലെറ്റ് ഹിസ്, നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, എക്സ് ലെറ്റ്സ് ഹിസ് ഹൗസ് ഫോർ ബീങ് യൂസ്ഡ് ഫോർ ഗാംബ്ലിംഗ് ഡൺ. ദ അഗ്രിമെൻറ്റ് ഈസ് ഇല്ലീഗൽ ആസ് ദ ഒബ്ജക്റ്റ് ഓഫ് അഗ്രിമെൻറ്റ് ഈസ് അൺലോഫുൾ. ഇവിടെ ലോഫുൾ അതായത് നിയമപരമായിട്ട് സാധ്യതയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ കൺസിഡറേഷൻ നൽകേണ്ടത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് lawful object. The object of an agreement must be lawful. It is considered unlawful, it is illegal, immoral, fraudulent, of a nature if there would defeat provisions of any law, causes injury of the person or property of another, opposed to public policy. A promises to obtain a job for B in government service in consideration of 50,000. The agreement is void because it's forbidden by law. ഒരു ലോഫുൾ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു എ എന്ന് പറയുന്ന ആൾ ബിക്ക് ഗവൺമെൻറ് ജോബ് 50,000 റുപ്പീസിന് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, നിയമപരമായിട്ട് അത് എതിരാണ്. നമ്മൾക്കറിയാം, ഒരു ഗവൺമെൻറ് ജോബ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളുണ്ട്. അപ്പം ആരെങ്കിലും ക്യാഷിന് ജോബ് തരാം എന്ന് പറയുമ്പോൾ അത് അൺലോഫുള്ളായിട്ടുള്ള ഒരു കോൺട്രാക്റ്റായിട്ട് മാറും എന്നുള്ളതാണ്. ആ കോൺട്രാക്റ്റ് വാലിഡ് ആവില്ല, വോയിഡ് ആയി പോവും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. The agreement must not have been declared void by any law in force in India. The Act has itself declared void certain types of agreements, such as those and restraint of marriage, trade, legal proceeding, as well as wagering agreements. The agreement must not have been expressly declared under the Indian Contract Act. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ഒരു അഗ്രിമെൻറ്റ് നോട്ട് ഹാവ് ബീൻ ഡിക്ലോർഡ് ബൈ void any law of force in India. Next is intention to create a legal relation. There must be an intention among the parties that the agreement should be attached by legal consequences and create legal obligation. A wife withdraws a complaint against her husband under an agreement that husband will pay her allowance. Court held it as a binding contract.
Next is certainty of meaning. The terms of the agreement must be certain and unambiguous. നമ്മളുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അഗ്രിമെൻറ്റ് ദ മീനിങ് ഓഫ് വിച്ച് ഈസ് നോട്ട് സെർട്ടൈൻ ഓർ കേപ്പബിൾ ഓഫ് ബീങ് മെയ്ഡ് ഓർ സെർട്ടൈൻ ആർ വോയിഡ്. A agrees to sell a car to B, but of his 5 cars, there is nothing whatever to show which car was intended. The agreement is void for uncertainty. നമ്മുടെ കോൺട്രാക്റ്റിൽ സെർട്ടൈനിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അൺസെർട്ടൈൻ ആയി ഇരിക്കരുത്. അഥവാ നമ്മളൊരാൾക്ക് നമ്മുടെ കയ്യിൽ 5 കാറുണ്ട്, നമ്മൾ ബി എന്ന് പറയുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഒരു കാറാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ബിക്ക് അറിയില്ല ഏത് കാറാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും അതിന് ഏതൊക്കെ തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ട് എന്നുള്ളതും യാതൊരുവിധ അറിവും ബിക്കില്ലെങ്കിൽ ഇവിടെ ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കില്ല. ഓക്കെ. ലീഗൽ ഫോർമാലിറ്റീസ്. ദ അഗ്രിമെൻറ്റ് മസ്റ്റ് കംപ്ലൈ വിത്ത് ദ നെസസറി ഫോർമാലിറ്റീസ് ഓഫ് writing, registration, standing, if any are required in order to make it enforceable by law. ഒരു അഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് എല്ലാ തരത്തിലുള്ള ലീഗൽ ഫോർമാലിറ്റീസിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അഥവാ നമ്മൾക്കറിയാം റൈറ്റിങ്സ്, എഴുത്ത്, നമ്മളെവിടെയാണെങ്കിൽ എഴുതി 2 പേരും ഒപ്പിട്ട് സ്റ്റാമ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ തരത്തിൽ എല്ലാ തരത്തിലുള്ള ലോഫുള്ളായിട്ടുള്ള ഫോർമാലിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.